ഞാൻ മുഖ്യമന്ത്രിയല്ല, മുഖ്യസേവകനെന്ന് വിജയ്. തന്നെ ജയിപ്പിച്ച എല്ലാവർക്കും നന്ദിയെന്ന് വിജയ് തിരുച്ചിറപ്പള്ളിയിലെ പൊതുയോഗത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയായ ശേഷമുള്ള വിജയുടെ ആദ്യ പൊതുയോഗമായിരുന്നു തിരുച്ചിറപ്പള്ളിയിൽ നടന്നത്. താൻ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയല്ല, മറിച്ച് തമിഴ് ജനതയുടെ മുഖ്യ സേവകനാണെന്ന് വിജയ് സ്വയം വിശേഷിപ്പിച്ചു. 1977 MGR പോലും നേടാത്ത വോട്ട് വിഹിതമാണ് 2026 തമിഴ് ജനത TVKക്ക് നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. പെരിയാർ, അണ്ണ, MGR എന്നിവരുടെ പാത പിന്തുടരുന്ന ഒരു സാധാരണക്കാരനാണ് താനെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഭരണകക്ഷിയായ DMKയ്ക്കും AIADMKയ്ക്കുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഇത്രയും കാലം മാറി മാറി ജനങ്ങളെ വഞ്ചിച്ച് ഭരിച്ച ഈ രണ്ട് പാർട്ടികളെയും തമിഴ് മക്കൾ ഇന്ന് കൈവിട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്റ്റാലിന്റെ കുടുംബ രാഷ്ട്രീയമാണ് DMKയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് അദ്ദേഹം ആരോപിച്ചു. തിരുച്ചിറപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ്. തിരുച്ചിറപ്പള്ളിയിൽ നിങ്ങളിൽ ഒരാളാകും സ്ഥാനാർത്ഥിയെന്നായിരുന്നു വിജയ് പറഞ്ഞത്. വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും തമിഴ്നാട്ടിലെ ജനം തന്നെ പിന്തുണയ്ക്കുമെന്നും വിമർശനങ്ങളാണ് തന്റെ ഊർജമെന്നും വിജയ് പറഞ്ഞു. താൻ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കുമെന്നും വിജയ് പറഞ്ഞു. തമിഴ്നാട്ടിൽ TVKയും DMKയും തമ്മിലാണ് പോരാട്ടം. ചിലർ താൻ കോട്ടിട്ട് വരുന്നതിനെ വിമർശിക്കുന്നുണ്ട്. തനിക്ക് കോട്ടിട്ടുകൂടെ എന്നും വിജയ് ചോദിച്ചു. എല്ലാത്തിലും താൻ ബ്ലാക്ക് ആൻഡ് വൈറ്റായി തുടരും. അത് സൂചിപ്പിക്കാനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വസ്ത്രങ്ങൾ ധരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിയും കൈക്കൂലിയും ഇല്ലാത്ത ഒരു ഭരണം ഉറപ്പാക്കുമെന്ന് വിജയ് പറഞ്ഞു. കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതിനും പാവപ്പെട്ടവർക്കായി 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി നൽകുന്നതിനും സർക്കാർ മുൻഗണന നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഹരി മാഫിയയെ വേരോടെ ഇറക്കാൻ തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ജനങ്ങളെ തമിഴ്നാട്ടിൽ സുരക്ഷിതമായി ജീവിക്കാൻ അനുവദിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. തിരുച്ചിറപ്പള്ളിയിൽ വിജയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകർ ഒരുക്കിയത്. വിമാനത്താവളത്തിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരം റോഡ് ഷോയായാണ് മുഖ്യമന്ത്രി പൊതുസമ്മേളന വേദിയിലെത്തിയത്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്.